ഉമ്മത്തികളിൽപ്പെട്ട എത്ര ആളുകളാണുള്ളത് സഹോദരന്മാരെ, ഇത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമുക്ക് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഒരു രാത്രി മുഴുവനും ഇരുന്ന് ചിന്തിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനെ പറ്റിയല്ല, ഗ്രാവിറ്റി ഫോഴ്സിനെ പറ്റിയല്ല, ക്വാണ്ടം സിദ്ധാന്തത്തെ പറ്റിയല്ല, ഭൂഗുരുത്വാകർഷണ ബലത്തെ പറ്റിയല്ല, E=mc² എന്ന സിദ്ധാന്തത്തെ പറ്റിയല്ല. ആരെങ്കിലും ഒരാൾ അണുമണി തൂക്കം നന്മ ചെയ്താൽ ആ നന്മയവൻ അനുഭവിക്കുന്നതാണ്. ആരെങ്കിലും അണുമണി തൂക്കം തിന്മ ചെയ്താൽ ആ തിന്മയവൻ അനുഭവിക്കുന്നതാണ് എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഒരു രാത്രി മുഴുവനും ഉറക്കമൊളിച്ചിരുന്നിട്ട് സിനിമ കണ്ട ചെറുപ്പക്കാരാ, നീ വാട്സാപ്പിൽ നിന്റെ പ്രിയപ്പെട്ട കാമുകിയോട് ചാറ്റിംഗ് നടത്തി വീഡിയോ കോൾ ചെയ്ത് നിനക്കുറക്കം വന്നില്ലല്ലോ അല്ലേ? അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മഹത്വം പറയുന്ന സ്ഥലത്ത് പറഞ്ഞത് കാണാം. അതാ നിലവേറും ോളൂതോരോതുവാലേ 40 സുബഹി തൊഴുതോവാർ. 40 വർഷക്കാലം 4 പതിറ്റാണ്ടുകാലം മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് ഇശാഇനടുത്ത വുളൂ കൊണ്ട് സുബഹി നിസ്കരിച്ചിരുന്നു. ഇത് പറയുമ്പോൾ പഴയ കാലത്തെ ആളുകൾക്ക് മനസ്സിലാകുമായിരുന്നില്ല. എന്നാൽ പുതിയ തലമുറയിലെ എൻ്റെ ചെറുപ്പക്കാരോട് ഞാനിത് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഇമേജിൻ ചെയ്യാൻ പറ്റും. കാരണം അവരിൽ പലരും പാതിരാത്രികളിൽ ഉറങ്ങുന്നവരല്ല. 10 മണിക്ക് മൊബൈൽ ഫോൺ കയ്യിലെടുക്കുന്ന ചെറുപ്പക്കാരൻ ആ മൊബൈൽ ഫോണുമായി തൻ്റെ കാമുകിമാരോട് ചാറ്റിംഗ് ചെയ്ത് 12 മണിയാകുന്നതറിയുന്നില്ല, 2 മണിയായത് അറിയുന്നില്ല. ഒരുപക്ഷെ 6 മണിക്കോ 7 മണിക്കോ മാതാവ് വന്ന് വാതിലിന് മുട്ടി അവന് ബെഡ് കോഫി കൊണ്ടുവരുമ്പോഴാണ് അവൻ അറിയുന്നത് ഇന്നേക്ക് രാവിലെ സൂര്യൻ ഉദിച്ചു പോയിരിക്കുകയാ, ഇന്നലെ രാത്രി അവസാനിച്ചു പോയിരിക്കുകയാ. അപ്പോഴാണ് അവൻ അറിയുന്നത് ഇങ്ങനെ പുതിയ തലമുറ, മുഅ്മിനായ മനുഷ്യ ഉമ്മത്തികളിൽപ്പെട്ട പുതിയ തലമുറ സമയം മുഴുവനും അനാവശ്യമായി ദൂർത്തടിച്ച് കളയുമ്പോൾ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദ്വൃത്തരായ ഉമ്മത്തികളിൽപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ അവരുടെ ചിന്തയിൽ വാട്സാപ്പില്ല, ഫേസ്ബുക്കില്ല, കമ്പ്യൂട്ടറില്ല, സിനിമയില്ല, സീരിയലില്ല, അല്ലാഹുവിനെ മറക്കുന്നതൊന്നുമേ ഇല്ല. അങ്ങനെയുള്ളൊരു ഉത്തമമായ ഉമ്മത്തിൽ നിന്ന് ആധുനിക ലോകത്തിലെ ഉമ്മത്തിലേക്ക് നമ്മൾ മാറിയപ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ എത്രമേലാണ് സഹോദരാ. വളരെ നിർജീവമായി ഈമാനികമായ പ്രകാശം നഷ്ടപ്പെട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നിസ്സാരമാണോ ആ കാര്യം? അല്ല. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഒരു ജൂതനായ മനുഷ്യന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ആ തണല് കൊള്ളാതെ മാറി നിൽക്കുകയാണ്. ജൂതനായ സഹോദരൻ ചോദിച്ചു, തങ്ങളെ, എന്തിനാണ് നിങ്ങൾ ഈ തണലത്തേക്കൊന്ന് കയറി നിൽക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ വെയിലത്ത് തന്നെ നിൽക്കുന്നത്? അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഹോദരാ, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ചു പൈസ കടം മേടിച്ചിട്ടില്ലേ? ഞാനെങ്ങാനും ഈ വെയിലത്ത് നിന്ന് മാറി തണലത്തേക്ക് നിന്റെ വീട്ടിൻ്റെ തണല് കൊണ്ടാൽ നീ എന്നിൽ നിന്ന് കടം മേടിച്ച പൈസയ്ക്ക് പലിശയായി പോകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. മുത്തുനബിയുടെ പുതിയ ഉമ്മത്തികളിൽപ്പെട്ട ജനങ്ങളെ, നമ്മുടെ മുൻഗാമികളായ മഹാന്മാരുടെ ജീവിതം എങ്ങനെയായിരുന്നോ? ഇത് മദീനയിലെ രാജാവിൻ്റെ മജ്ലിസാണ്. അബൂ ഹനീഫ ഇമാം മദീനയിൽ വന്നാൽ മദീനത്ത് മലമൂത്ര വിസർജനം നടത്താറില്ല.
മദീനയിൽ പോയിട്ടുണ്ടോ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ആളുകൾ? മദീനയിൽ പോയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകാം. മദീനയിൽ പോയവരെ, മദീനയിൽ എവിടെയാണ് ടോയ്ലറ്റ് ഉള്ളതെന്നറിയുമോ? ഗ്രൗണ്ട് ഫ്ലോറിലാണ് ടോയ്ലറ്റ് ഉള്ളത്. സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിൽ ടോയ്ലറ്റുകൾ പണിയും പോലെ മുകളിൽ ടോയ്ലറ്റ് ഇല്ല. മദീനയിൽ ടോയ്ലറ്റ് ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. എന്ന് പറഞ്ഞാൽ അഗാധമായ താഴ്ചയിലാണ് മദീനയിൽ. അതായത് റൗളത്തുൽ മുശറഫ ഇരിക്കുന്ന ആ സ്ഥലത്ത് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ഷരീഫിന്റെ ആഴവും കഴിഞ്ഞ് താഴോട്ടാണ് മദീനയിൽ ടോയ്ലറ്റുകൾ സംവിധാനിച്ചിട്ടുള്ളത്. സൗദി അറേബ്യയിലെ ഗവൺമെന്റ് വഹാബി ചായ്വുള്ള ഗവൺമെന്റാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണങ്ങനെ താഴേക്ക് ടോയ്ലറ്റ് വെക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഖുർആനിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു ആയത്തുണ്ടോ സഹോദരാ? ഹദീസിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു പരാമർശമുണ്ടോ സഹോദരാ? ഇല്ല. ഇക്റാമൻ വ മഹബ്ബത്തൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹബ്ബത്തുള്ള ആളുകൾക്ക് ഈ മജ്ലിസിലിരിക്കാൻ വലിയ സുഖമായിരിക്കും. അല്ലെങ്കിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ സിനിമ കോമഡിയും തമാശയും പാട്ടും ഒക്കെ പാടണം. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. എല്ലാവരും, പ്രായമുള്ള ഉപ്പമാർ എഴുന്നേക്കണമെന്നില്ല, ചെറുപ്പക്കാർ, കുട്ടികളൊക്കെ എല്ലാവരും ഒരു സ്വലാത്തിയല്ലേ. ഉറക്ക ചലനം. സ്വലാത്ത് വലിയ പദവിയുള്ളതാണ്. നിങ്ങൾക്ക് 10 പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. നിങ്ങൾ ഒരു സ്വലാത്തി എല്ലിയാൽ 10 ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരും. മാത്രല്ല 10 നന്മകൾ നമ്മുടെ പുസ്തകത്തിൽ എഴുതി ചേർക്കും. നമ്മുടെ ഏടുണ്ട്, നമുക്ക് നാളെ തരാൻ പോകുന്ന ഏട്, നന്മയുടെ കിതാബ്. വലത് കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകൾ, ബാക്കിലൂടെ അത് ഇടത് കൈയിൽ കിതാബ് കൊടുക്കപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ തിന്മയുടെ ഏടിൽ 10 പാപങ്ങൾ മായ്ക്കപ്പെടും. നന്മയുടെ ഏടിൽ 10 നന്മകൾ എഴുതി ചേർക്കപ്പെടും. നമുക്ക് ദുനിയാവിൽ 10 പാപങ്ങൾ പൊറുക്കും, 10 പദവികൾ ഉയരും. അങ്ങനെ വലിയ പോരിശയുള്ള സ്വലാത്ത്. അതുകൊണ്ട് എല്ലാവരും ആവേശത്തോടെ അസ്സലാത്തു അലൻ നബി അസ്സലാമു അലർ റസൂൽ അഷ്ഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി أنت تطلع بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير النبي الصلاة ഉറക്കെ പറയണം. ഇത് നല്ല മജ്ലിസാണ്, മുത്തുനബിയുടെ സദസ്സ്. الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضاع يا سيدي خير النبي الصلاة على النبي. സഹോദരങ്ങളെ, ഓക്കെ ജൂദോ കറം ഹേ ഷഹബത് ഹാ തേരാ നഹീം സുൻതാ ഹി നഹീം മാംഗിനെ വാലാ തേരാ. മുത്തുനബിയുടെ മജ്ലിസിൽ വന്ന ആളുകളെ, ഒരു പ്രത്യേകതയുണ്ട് നബിയുടെ മജ്ലിസില്. മുത്തുനബിയുടെ മജ്ലിസിനൊരു പ്രത്യേകതയുണ്ട്. നബിയോട് ആരെന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല എന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറില്ല. മാ സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ഷൈഇൻ ഖദ് ഫഖാല ലാ. ഇമാം മുസ്ലിം നൈസാബൂരി തങ്ങൾ അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. മുത്തുനബിയോട് ആരെന്തു വന്ന് ചോദിച്ചാലും ഇല്ല എന്ന് അവിടുന്ന് പറയാറില്ല. ചോദിച്ചു വരുന്നവർക്ക് മുഴുവനും വാരിക്കോരി കൊടുക്കുന്ന ഖദായിഖെ ബഖ്ശീസ്,
ഔദാര്യത്തിൻ്റെ ആരാമമാണ്. റഹ്മത്തെ ജൽവാ കാരുണ്യത്തിൻ്റെ കരകാണാ കടലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പുണ്യനബിയുടെ മജ്ലിസിൽ വന്ന നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ, ഈ മജ്ലിസിലിരിക്കുമ്പോൾ അല്ലാഹുവേ, ഞാനൊരു രോഗിയാണ്, എൻ്റെ രോഗം ശിഫയാകണം, എൻ്റെ കടം വീടണം, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, എൻ്റെ മക്കൾ നന്നാകണം, എനിക്കുള്ള എല്ലാ നല്ല മുറാദുകളും ഹാസിലാകണം. ഇങ്ങനെ നല്ല ഉദ്ദേശങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് ഈ മജ്ലിസിൽ നിങ്ങൾ ഇരിക്കൂ സഹോദരാ. മുത്തുനബി ആരാണ്? മാ സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ശൈഇൻ ഖദ് ഫഖാല ലാ. ചോദിച്ചു വരുന്നവരോട് ഞാൻ പറയും, ഉണ്ടെങ്കിലും പറയൂല്ല എന്ന് പറയും. നിങ്ങൾ പറയും, നിങ്ങളോട് ഒരാൾ ചോദിച്ചു വന്നാൽ നിങ്ങൾ പറയും ഇല്ല, ഉണ്ടെങ്കിലും പറയൂല്ല എന്ന് പറയും. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു വരുന്നവർക്ക് വാരിക്കോരി കൊടുക്കുന്ന നേതാവാണ്. ഒരു സഹോദരൻ വന്നു, ഒരു ജൂതനായ മനുഷ്യൻ വന്നു. അദ്ദേഹം വന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, എനിക്ക് 100 പൊന്ന് കടം വേണമെന്ന് പറഞ്ഞു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ അന്നേരത്ത് പൈസ ഒന്നുമില്ല. അവിടുന്ന് പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ അടുക്കലേക്ക് പോകണം റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞു എന്ന് പറയണം, ഒരു 100 പൊന്ന് കടം തരാൻ. ഈ ജൂതനായ സഹോദരൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. മുഹമ്മദ് നബി പറഞ്ഞു 100 പൊന്ന് കടം തരാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആര് പറഞ്ഞു നാ പറഞ്ഞത്? മുഹമ്മദ് നബി പറഞ്ഞു 100 പൊന്ന് കടം തരാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, ആര് പറഞ്ഞു നാ പറഞ്ഞത്? വീണ്ടും ആ ജൂതനായ മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദ് നബി പറഞ്ഞു നിങ്ങൾ 100 പൊന്നെനിക്ക് കടം തരാൻ. മൂന്നാമതും പറഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചോദിച്ചു, ആര് പറഞ്ഞു നാ പറഞ്ഞത്? ജൂതനായ മനുഷ്യന്റെ മുഖം വിവർണമാകുകയാണ്. ആ ജൂതനായ സഹോദരൻ പറഞ്ഞു, ഉസ്മാനേ, നിങ്ങളുടെ പ്രവാചകൻ നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എനിക്ക് പണം തരുമായിരുന്നു. ആര് പറഞ്ഞു, ആര് പറഞ്ഞു, ആര് പറഞ്ഞു എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ചോദിച്ചെന്നെ ആക്ഷേപിക്കുമായിരുന്നില്ല. ഉസ്മാനെ, നിങ്ങൾ അദ്ദേഹത്തിന്റെ അനുയായിയാകാൻ പറ്റിയ ആളല്ല, നിങ്ങൾ അദ്ദേഹത്തിന്റെ അനുയായിയാകാൻ പറ്റിയ ആളല്ല. നിങ്ങളുടെ നേതാവ് പറഞ്ഞിട്ട് പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് 100 പൊന്ന് കടം ചോദിച്ചപ്പോൾ ആര് പറഞ്ഞു, ആര് പറഞ്ഞു, ആര് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ നിങ്ങൾ ഹരാസ്മെന്റ് ചെയ്യുകയാണ്, ഇൻസൾട്ട് ചെയ്യുകയാണ്, പ്രയാസപ്പെടുത്തുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, തന്റെ പണം എനിക്ക് വേണ്ടടോ. തിരിഞ്ഞു നടക്കുകയാണ്. വീട്ടിന്റെ അകത്തളത്തിലിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇറങ്ങി വരികയാണ്. ഓടിച്ചെന്ന ജൂതനായ മനുഷ്യന്റെ കരങ്ങളിൽ ഇറുക്കി പിടിക്കുകയാണ്. സഹോദരാ, പോകല്ലേ സഹോദരാ, പോകല്ലേ സഹോദരാ, നീ വിഷമിക്കാതെ പ്രയാസപ്പെടാതെ നീ ചോദിച്ചത് ഞാൻ തരാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ജൂതനായ മനുഷ്യന്റെ കയ്യിൽ പിടിച്ച് വീട്ടിൻ്റെ അകത്തളത്തിലേക്ക് കയറിയിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ആ വലിയ ഭണ്ഡാരം പണപ്പെട്ടി തുറക്കുകയാണ്. ആ പണപ്പെട്ടിയിലേക്ക് കൈയിട്ടിട്ട് അതാ ഒരു പിടി സ്വർണ്ണ നാണയങ്ങൾ വാരിയെടുക്കുകയാണ്. ജൂതനായ മനുഷ്യന്റെ മടിത്തട്ടിലേക്ക് ഇട്ടുകൊടുത്തു. സംഘാടകര് ബക്കറ്റ് കളക്ഷൻ നടത്താൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നല്ലോ, നടത്ത്. അത് കേട്ടിരുന്ന അവസാനം ബക്കറ്റ് കളക്ഷൻ ഞാൻ ബക്കറ്റ് കളക്ഷൻ നടത്താൻ പറ്റില്ല. എല്ലാ സഹോദരങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം. അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉഹദ് മലയോളം സ്വർണമുണ്ടായിരുന്നെങ്കിൽ. എന്തു പറഞ്ഞു? അത് പഠിക്കുക, എല്ലാവരും പഠിച്ചിട്ട് പോകണം. ആരാണ് ഹസനുൽ ബസ്രി തങ്ങൾ? റഈസു താബിഈൻ, താബിഈങ്ങളുടെ നേതാവാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ ഈ ദീൻ എന്താണ്? അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുന്ന് കഴിഞ്ഞ് സ്വഹാബികളായി, സ്വഹാബികൾ കഴിഞ്ഞ് താബിഈങ്ങളായി, തബഉ താബിഉകളായി, അഇമ്മത്ത് മുജ്തഹിദുകളായി, അങ്ങനെ നമ്മളിലേക്ക് വന്ന ദീനാണ്. അതിൽപ്പെട്ട താബിഈങ്ങളുടെ നേതാവാണ് ഹസനുൽ ബസ്രി. അവിടുന്ന് പറഞ്ഞു, ഉഹദ് മലയോളം സ്വർണമുണ്ടായിരുന്നെങ്കിൽ അത് മുഴുവനും മുത്തുനബിയുടെ മൗലിദിന് വേണ്ടി, മുത്തുനബിയുടെ റബീഇന്റെ ആഘോഷത്തിന് വേണ്ടി, ഹബീബായ തങ്ങളുടെ റബീഇന്റെ വസന്തത്തിന് വേണ്ടി ഞാനത് ചെലവഴിക്കുമായിരുന്നു എന്ന് റഈസു താബിഈൻ ഇമാമുനാ ഹസനുൽ ബസ്രി. നമ്മുടെ കയ്യിൽ ഉഹദ് മലയോളം സ്വർണ്ണം ഒന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കും ഒന്നും കൊടുക്കൂല. അങ്ങനെ ആകാൻ പാടില്ലല്ലോ. നമ്മൾ മുത്തുനബിയുടെ സന്തോഷമാണ്. എല്ലാവരും പോക്കറ്റ് കൈയിടുക. 100 രൂപ നിങ്ങളുടെ പോക്കറ്റിലുണ്ടാകും. സഹോദരാ, 10 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടാകും. നിങ്ങൾ നല്ല നീയത്ത് വെച്ച് ആ ബക്കറ്റിലേക്ക് ഇട്. പടച്ചവനെ, എൻ്റെ രോഗം മാറണം, എൻ്റെ പ്രയാസം തീരണം, എൻ്റെ വിഷമം മാറണം, എൻ്റെ മക്കൾ നന്നാകണം, എനിക്ക് ഇന്ന രഹസ്യ രോഗങ്ങളുണ്ടത് മാറണം, എൻ്റെ കടം വീടണം, എനിക്ക് വീടുണ്ടാകണം. അങ്ങനെ നല്ല ഉദ്ദേശം വെച്ച് നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായി ഒരു 100 രൂപ നിങ്ങളുടെ പോക്കറ്റിലുണ്ടെങ്കിൽ അതിടാതെ പോകരുത്. നിങ്ങൾ വളരെ ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉമ്മമാരുടെ ഭാഗത്തേക്ക് സംഘാടകർ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഉമ്മമാരെല്ലാം വളരെ ആത്മാർത്ഥമായി സഹകരിക്കുക. അള്ളാഹു പ്രത്യേകം ബറക്കത്ത് നൽകട്ടെ. ഈ ബക്കറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്നും പറഞ്ഞ് അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് ആരും ഇരിക്കരുത്. അള്ളാഹു നമുക്ക് പ്രത്യേകം അനുഗ്രഹം നൽകുമാറാകട്ടെ. നമ്മൾ റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരുന്നാൽ ആഖിറത്തിൽ ചെല്ലുമ്പോൾ പടച്ചവൻ നമ്മുടെ വിഷയത്തിലും അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് കളയും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് തൻ്റെ ഭാണ്ഡത്തിലേക്ക് കൈയിട്ട് സ്വർണ്ണ നാണയങ്ങൾ വാരിയെടുത്തിട്ട് പറയുകയാണ്, പിടിക്ക് സഹോദരാ, എൻ്റെ ഹബീബിൻ്റെ പേര് ഒരു വട്ടം പറഞ്ഞതിന് പിടിക്ക്. 100 സ്വർണ്ണ നാണയം ചോദിച്ചു വന്നയാളാണ്. നിന്നോട് എന്തിനാണ് ഞാൻ ആവർത്തിച്ച് ആര് പറഞ്ഞു എന്ന് നിന്നോട് ചോദിച്ചത്? നിന്നെ കളിയാക്കാനല്ല, നിന്നെ പ്രയാസപ്പെടുത്താനല്ല, നിന്നെ ടെൻഷൻ അടിപ്പിക്കാനല്ല. ഒരു ജൂതനായ മനുഷ്യന്റെ വായിൽ നിന്ന് എൻ്റെ പ്രവാചകന്റെ പേര് കേട്ടപ്പോൾ ആ പേര് നിന്റെ വായിൽ നിന്ന് ആവർത്തിച്ച് കേൾക്കാൻ എൻ്റെ ഹൃദയം തപിച്ചു, എൻ്റെ ഹൃദയം തുടിച്ചു. എനിക്ക് നിന്റെ നാക്കിൽ നിന്ന്, നിന്റെ വായിൽ നിന്ന് എൻ്റെ പ്രവാചകന്റെ പേര് കേൾക്കുന്നത് എനിക്ക് രോമാഞ്ചമുണ്ടാക്കി, എനിക്ക് കോർമയിൽ കൊള്ളിച്ചു, എന്നെ പിടിച്ചുലച്ചു. നീ വാ, നിനക്ക് 100 സ്വർണ്ണ നാണയമല്ലേ വേണ്ടത്? അകത്തളത്തിലേക്ക് കൊണ്ടുപോയി തന്റെ സ്വർണ്ണ കൂമ്പാരത്തിന്റെ ഭാണ്ഡം തുറന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അതിലേക്ക് കൈകടത്തിയിട്ട് ഒരു പിടി സ്വർണ്ണ നാണയങ്ങൾ വാരിയെടുത്ത് ജൂതനായ മനുഷ്യന്റെ മടിത്തട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, പിടിക്ക്. എൻ്റെ ഹബീബിന്റെ പേര് ഒരു വട്ടം പറഞ്ഞതിന് രണ്ടാമത് വീണ്ടും സ്വർണ്ണ കൂമ്പാരത്തിൽ കൈയിട്ട് രണ്ടാമത് ആ മടിത്തട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, പിടിക്ക്. എൻ്റെ ഹബീബിന്റെ പേര് രണ്ടാമത് പറഞ്ഞതിന്, അങ്ങനെ ആവർത്തിച്ച് 4 തവണ പറഞ്ഞതിന് 4 പിടി നിറച്ചും സ്വർണ്ണ നാണയങ്ങൾ വാരിയെടുത്ത് ആ ജൂതനായ മനുഷ്യന്റെ മടിത്തട്ടിലേക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എറിഞ്ഞു കൊടുക്കുന്നത് കണ്ട് ആ ഭ്രാന്തമായ ആവേശം കണ്ടുകൊണ്ട് ജൂതനായ മനുഷ്യൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, ഉസ്മാൻ തങ്ങളെ, നിങ്ങളോട് ഞാൻ അറിയാതെ പിണങ്ങി പ്രതികരിച്ചു പോയതാണ്. ഒരു ജൂതനായ എൻ്റെ വായിൽ നിന്ന് നിങ്ങളുടെ പ്രവാചകന്റെ പേര് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല, എനിക്ക് പറയുമ്പോൾ ഒന്നും തോന്നുന്നില്ല. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആകുന്ന ഈ ഉമ്മത്തിന്റെ നേതാവിന്റെ ഖൽബിൽ പ്രവാചക പ്രഭുവിന്റെ പേര് കേട്ടപ്പോൾ സ്വർണ്ണ നാണയങ്ങൾ വാരിയെടുത്ത്, കൈ നിറയെ വാരിയെടുത്ത് ജൂതനായ മനുഷ്യന്റെ മടിത്തട്ടിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഒരു വട്ടം പറഞ്ഞതിനെ പിടിക്കുക, ഒരു പിടി സ്വർണ്ണ നാണയം. ഈ രംഗം കണ്ട് ജൂതനായ സഹോദരൻ
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികളായ സാലിഹീങ്ങൾ അവർ ഈ ഉമ്മത്തിൽ മുത്തുനബിയെ എങ്ങനെയാണ് മഹബത്ത് വെച്ചത്, അവർ ഈ ഉമ്മത്തിൽ എങ്ങനെയാണ് ജീവിച്ച് കാണിച്ചത്, ഒരു ഹറാമ പോലും ചെയ്യാതെ. എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ ഈമാൻ ബിളുഉം വസബഊന ശുഅബാ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് 70-ൽ പരം ശാഖകൾ നിറഞ്ഞതാണ്. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. വ അദ്നാഹാ ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്. വഴിയിൽ കിടക്കുന്ന മുള്ളെടുത്ത് മാറ്റലാണ് സഹോദര ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാം ഏതാണ്? നിസ്കാരം മാത്രമല്ല. ഞാൻ അതാണ് ആദ്യമേ നിങ്ങളോട് പറഞ്ഞത്. നിസ്കാരത്തഴമ്പുണ്ടായത് കൊണ്ട് മാത്രം നമ്മൾ മുസൽമാനാകൂല. പോകുന്ന വഴിയിൽ അതാ ഒരു വലിയ തടസ്സം കിടക്കുകയാണ്. അപ്പോഴേ വാഹനം ഒതുക്കിയിട്ട് ഇറങ്ങണം. ആ തടസ്സം നീക്കണം. അത് ഇസ്ലാമാണ്. അത് പ്രവാചകന്റെ ഉമ്മത്തികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു മഹത്തായ യാഥാർത്ഥ്യമാണ്. നമ്മൾ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. നിങ്ങൾ പരിപൂർണമായി മുസ്ലിമാകണം എന്ന് പറഞ്ഞാൽ, എനിക്ക് നിസ്കാരത്തഴമുണ്ട്, ഞാൻ പ്രസംഗിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ വരുന്ന വഴിയിലതാ വഴി മാർഗം തടസ്സം നടത്തിയൊരു സാധനം കിടക്കുന്നു, ഞാൻ എടുത്ത് മാറ്റിയില്ല എങ്കിൽ എന്നിൽ ഇസ്ലാമില്ല, എന്നിൽ ഈമാനില്ല. സഹോദരങ്ങളെ, ഈമാനിന്റെ ആളാണെന്ന് എനിക്ക് പറയാം, പക്ഷേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറിയ കാര്യങ്ങൾ മുതൽ. യാ റസൂലല്ലാഹ്, സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സഖഫി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബിയേ, ഞാൻ അവിടുത്തെയോട് ഇസ്ലാമിനെ പറ്റി ചോദിക്കട്ടെ നബിയേ? എന്നോട് എനിക്ക് പറഞ്ഞതാ നബിയേ, ഖുല്ലി ഫിൽ ഇസ്ലാം ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക്. ഞാൻ അങ്ങയോട് ഇസ്ലാമിനെ പറ്റി ചോദിക്കുകയാണ്. ഇനി ഒരാളോടും ചോദിക്കാൻ എനിക്ക് അവസരം അത്യാവശ്യമില്ലാത്ത തരത്തിലൊരു മറുപടി അവിടുന്ന് പറയണം. അന്നേരത്ത് പറഞ്ഞു, ഖുൽ ആമന്തു ബില്ലാഹ് സുമ്മസ്തഖിം. അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കലാണ്. പിന്നെയോ അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിക്കുക, അല്ലാഹുവിന്റെ വിരോധനങ്ങളെ മുഴുവനും കൈയൊഴിക്കുക. അങ്ങനെ ജീവിക്കാൻ കഴിയുക, അതാണ് ഇസ്ലാം. സഹോദരങ്ങളെ, നമുക്കത് കഴിയുന്നുണ്ടോ? എത്ര ആളുകളാണ് ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, പുതിയ തലമുറയിലെ ഉമ്മത്തികളിലെ ചെറുപ്പക്കാരായ ആളുകൾ പള്ളിയിൽ നിസ്കരിക്കാൻ പലപ്പോഴും വരികയാണ്. അവൻ ബെർമൂഡ ഇട്ടിട്ടാണ് പള്ളിയിൽ വരുന്നത്. അവൻ ഒന്നാമത്തെ സഫിലേക്ക്, അവൻ്റെ നിസ്കാരം അവൻ ഒന്നാമത്തെ സഫിൽ നിന്ന് നിർവഹിക്കുമ്പോൾ രണ്ടാമത്തെ സഫിൽ ബാക്കിൽ നിൽക്കുന്നവൻ സുബ്ഹാനല്ലാഹ് സുജൂദ് ചെയ്യാൻ വേണ്ടി റുക്കൂഉം കഴിഞ്ഞ് പോകുമ്പോൾ അവൻ്റെ അന്താരാഷ്ട്രവും ആന്ധ്രാപ്രദേശമെല്ലാം കാണുകയാണ്. അങ്ങനെ ഈ ഉമ്മത്തിൻ്റെ വേഷം മാറിപ്പോയി. കുറേ ചെറുപ്പക്കാരി പിള്ളേര് പൊത്ത പാൻ്റ് ഇട്ട് നടക്കുകയാണ്. കീറിയ പാൻ്റ്, പൊത്ത പാൻ്റ്. പണ്ടൊക്കെ പൊത്ത പാൻ്റ് ഇട്ട് നടക്കുന്നത്, കീറിയ ഹോൾസുകളുള്ള പാൻ്റ് ഇട്ട് നടക്കുന്നത് നാണക്കേടായിരുന്നു. ഇന്നെന്നാൽ അത് ട്രെൻഡായി മാറിയിരിക്കുകയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, അത് ചെറിയ കാര്യമാണോ? അല്ല. അത് നമ്മുടെ ഇസ്ലാമികമായ സംസ്കാരം. മദീനയിലെ രാജാവ് പഠിപ്പിച്ചൊരു സംസ്കാരമുണ്ട് നമ്മുടെ ഡ്രസ്സിൽ. ഈ ഉമ്മത്ത് അതിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്. അറിയുമോ നിങ്ങൾക്ക്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുകയാണ്. മദീനായുടെ പള്ളിയിൽ വെച്ചിട്ട് അടിവയറ്റിൽ കടാര കയറി, കൊടൽമാല ചോർക്കപ്പെട്ട് രക്തം വാർന്നൊഴുകി മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കൊടൽമാല ചോർക്കപ്പെട്ട് അടിവയറ്റിൽ മൂർച്ചയേറിയ കഠാര കൊണ്ട് കുത്തേറ്റ് മദീനത്തെ പള്ളിയുടെ മിഹ്റാബിൽ മരണം കാത്തു കിടക്കുന്ന സമയത്ത്
ഒരനുയായി കാണാൻ വന്ന് നിൽക്കുകയാണ്. ആ അനുയായിയായ സഹോദരന്റെ കണ്ണങ്കാലിന്റെ താഴേക്ക് അദ്ദേഹത്തിന്റെ വസ്ത്രം താഴ്ന്നു കിടക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഉഖയ്യ ഇർഫഅ സൗബക്, നിന്റെ വസ്ത്രം നീ ഉയർത്തി ഉടുക്ക് സഹോദരാ. വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, വസ്ത്രം താഴ്ത്തിയിട്ട് ധിക്കാരികളായി നടക്കുന്ന ആളുകൾക്ക് നരകമുണ്ട്, വൈലെന്ന് പറയുന്ന നരകമുണ്ടെന്ന് പറഞ്ഞു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഈ ഉമ്മത്തികളിൽപ്പെട്ട പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹു നിങ്ങൾക്ക് സൗന്ദര്യം തന്നത് എന്തിനാണ് പൊന്നു പെങ്ങളെ? അന്യാണുങ്ങളെ കാണിക്കാനാണോ? അന്യാണുങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനാണോ? ഇന്ന് അതാ അങ്ങനെ ഒരു പ്രദർശന വസ്തുവായി ശരീരം കണ്ടുപോയി. ഈ മൊബൈൽ ഫോണ് ഓരോരുത്തരുടെയും കയ്യിലുള്ളതാണ്. ആ മൊബൈൽ ഫോണിന് കവറിട്ടിരിക്കുകയാണ്. അതിന്റെ മേലെ ടച്ച് സ്ക്രീനിന്റെ മേലെ സ്ക്രീൻ പാഡ് അത് സ്റ്റിക്കറായി ഒട്ടിച്ചിരിക്കുകയാണ്. മൊബൈൽ ഫോണിന്റെ ഒറിജിനൽ സാധനം കാണാൻ കഴിയുന്നില്ല. എന്തിനാണത് ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്? അതിനൊരു പോറലുമേൽക്കാതിരിക്കാനാണ്. അത് വിലയുള്ള മൊബൈൽ ഫോണാണ്, ആപ്പിളിന്റെ മൊബൈൽ ഫോണാണ്. ആപ്പിളിന്റെ മൊബൈൽ ഫോണിന് ഒന്നും സംഭവിക്കാതിരിക്കാനാണ് ഇത്രയും സേഫായിട്ട് കവറിട്ട് മൂടി സൂക്ഷിക്കുന്നത്. എന്നാൽ എൻ്റെ പൊന്നുമോളെ, നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിനെക്കാളും നീ ആ മൊബൈൽ കൈവച്ചിരിക്കുന്ന നിന്റെ ശരീരത്തിന് വിലയില്ലയോ മോളെ? അത് ഭദ്രമായി സൂക്ഷിക്കണ്ടയോ പൊന്നുമോളെ? അത് കരാളഹസ്തങ്ങളിൽ ഇന്ന് ഇന്ത്യ രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികളിൽ ഒരു പ്രതിസന്ധി എന്താണ്? ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ അകത്തളത്തിലിട്ട് റേപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞു. ആരെയാ കൊന്നത്? ഈ രാജ്യത്തിന്റെ ഒരു പുത്രിയെ. എവിടെ വെച്ചാ സംഭവിച്ചത് അറിയുമോ നിങ്ങൾക്ക്? ഇന്ത്യ രാജ്യത്തിന്റെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ഇന്ത്യയിൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാര് ഇൻഡിപെൻഡൻസ് ഡേക്ക്, സ്വാതന്ത്ര്യ സമരത്തിന്റെ ദിവസത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ആ ഡൽഹിയിലെ ചുവന്ന കോട്ടയിലാണ് സനാതന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന, നാനാത്വത്തിൽ ഏകത്വമെന്ന സനാതന മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഇന്ത്യ രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയായ ഡൽഹിയിലെ ചുമന്ന കോട്ടയിലാണ് ഈ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക ഉയർത്തുന്നതെങ്കിൽ ആ ഡൽഹിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസിന്റെ അകത്തളത്തിൽ ഈ രാജ്യത്തെ സഹോദരാ ബലാത്സംഗം ചെയ്തു. ഓടിക്കൊണ്ടിരിക്കുന്ന ബസിന്റെ അകത്തളത്തിൽ കത്തുവയിൽ നിങ്ങൾ ആ പാവപ്പെട്ട കശ്മീരി പെൺകുട്ടിയുടെ മുഖം ആർക്കാണ് മറക്കാൻ സാധിക്കുക? ആർക്കും മറക്കാൻ കഴിയില്ല. ഓമനത്തൊന്തുളുമ്പുന്നൊരു പൊന്നുമോളെ, ഓമനത്തൊന്തുളുമ്പുന്നൊരു പൊന്നുമോളെ, മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ആഭാസന്മാരായ മനുഷ്യന്മാര് കാട്ടാളത്വത്തെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ വിധ്വംസകരായ, ധ്വംസനാത്മകമായ, മനുഷ്യത്വരഹിതമായ, മ്ലേച്ഛമായ, നികൃഷ്ടമായ പ്രവർത്തനത്തിലൂടെ ഈ രാജ്യത്തിന്റെ പൊന്നുമോളെ, ഇന്ത്യ രാജ്യത്തിന്റെ പൂങ്കാവനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാശ്മീരിന്റെ മണൽത്തരികളിലൂടെ, മനോഹരമായ കാശ്മീരിയൻ താഴ്വരകളിലൂടെ ആട്ടിൻപറ്റങ്ങളെ നയിച്ചു നടന്നിരുന്ന, തന്റെ കുതിരയ്ക്ക് പുല്ല് പറിക്കാൻ പോയ ആസിഫ എന്ന പൊന്നുമോളെ ഈ രാജ്യത്തിന്റെ ആളുകൾ, അത് ഉത്തരവാദിത്തപ്പെട്ട ചില പാർട്ടിയുടെ പ്രവർത്തകർ ക്രൂരമായി, കിരാതമായി, നിന്ദ്യമായി, നികൃഷ്ടമായി ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞത് ഈ രാജ്യത്താണ്. ഇതേത് രാജ്യമാണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സഹോദരങ്ങളെ? ഇത് വളരെ അപകടകരമായൊരു സാഹചര്യമാണ്. ഇന്ന് വാർത്തയിൽ വിവാദം നടക്കുകയാണ്. വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി കിട്ടിയിട്ടില്ല. വാളയാറിലെ പെൺകുട്ടികളെ കൊന്ന കിരാതന്മാരെന്ന് മുതലാളിമാരായി, പ്രമാണിമാരായി, വലിയ ജനനായകന്മാരായി വിലസുകയാണ്. ആ പാവപ്പെട്ട പെൺകുട്ടിക്കൊന്നും നീതി കിട്ടിയിട്ടില്ല. കൊല ചെയ്യപ്പെട്ട പിഞ്ചുമക്കൾക്കൊന്നും നീതി കിട്ടിയിട്ടില്ല. ഇവിടെ പോലീസ് സംവിധാനങ്ങളില്ലാത്തത് കൊണ്ടല്ല, സർക്കാർ സംവിധാനങ്ങളില്ലാത്തത് കൊണ്ടല്ല, അവർ പാവങ്ങളായിരുന്നു എന്നതുകൊണ്ടാണ് അവർക്ക് നീതി കിട്ടാതെ പോകുന്നത്. അവർ പാവങ്ങളാണ്.
ഇങ്ങനൊരു സാഹചര്യമാണ് നമ്മുടെ നാടുകളിലുള്ളത്. ആർക്കാണ് ഇതിന് പരിഹാരം പറയാൻ കഴിയുക? ഇവിടുത്തെ പട്ടാളത്തിന് പരിഹാരം കാണാൻ പറ്റുമോ? പറ്റില്ല സഹോദരാ. ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പരിഹാരം കാണാൻ പറ്റുമോ? അവർക്ക് നടപടിയെടുക്കാൻ കഴിയും, അറസ്റ്റ് ചെയ്യാൻ കഴിയും, കൽത്തുറങ്കിലടയ്ക്കാൻ കഴിയും, ശിക്ഷിക്കാൻ കഴിയും. പക്ഷേ മനുഷ്യനെ മാറ്റേണ്ടത് അവന്റെ മനസ്സിനെയാണ് മാറ്റേണ്ടത്. ഒരു മനുഷ്യന്റെ മനസ്സിനെ മാറ്റാൻ ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ സയന്റിസ്റ്റുകൾക്ക് സാധിക്കുമോ? തോമസ് ആൽവാ എഡിസൺ ഈ കത്തുന്ന പ്രകാശക്കത്തുന്ന ഈ ട്യൂബ് കണ്ടുപിടിച്ചത് ആരാണ്? 2000-ലേറെ കണ്ടുപിടുത്തങ്ങൾ നടത്തി ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയ തോമസ് ആൽവാ എഡിസൺ. ആ എഡിസന്റെ സിദ്ധാന്തങ്ങൾക്ക് കഴിയുമോ മനുഷ്യന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കാൻ, ഇരുട്ടിൽ പ്രകാശം പകർത്താൻ, ഇരുട്ടിൽ പ്രകാശം പടർത്താൻ തോമസ് ആൽവാ എഡിസണിന് സാധിച്ചുവെങ്കിൽ ചോദിക്കട്ടെ മനുഷ്യരെ, മനുഷ്യരുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ പ്രകാശം പരത്താൻ അത്തരത്തിലുള്ള സിദ്ധാന്തങ്ങൾക്ക് കഴിയുമോ? കഴിയുന്ന ഒരേ ഒരു സൈദ്ധാന്തികൻ ആരാണ്? അത് താജ്ദാറെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ എനിക്ക് വ്യഭിചരിക്കണം, എനിക്ക് വ്യഭിചരിക്കണം, എനിക്ക് വ്യഭിചരിക്കണമെന്ന് പറഞ്ഞ് ആ മുത്തുനബിയുടെ അടുത്തേക്ക് കയറി വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദരാ, നിന്റെ ഭാര്യയെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? അയാൾ പറഞ്ഞു, എന്റെ ഭാര്യയെ ഒരാൾ വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടാൽ അവന്റെ തലയറുത്തു കളയും ഞാൻ. അന്നേരത്ത് വീണ്ടും ചോദിച്ചു മുത്തുനബി, നിന്റെ ഉമ്മയെ, നിന്റെ മാതാവിനെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് കണ്ടാൽ നിനക്ക് ഇഷ്ടപ്പെടുമോ? അരയിൽ കിടന്ന വാള് വലിച്ചൂരിയിട്ട മനുഷ്യൻ പറഞ്ഞു, ഈ വാള് കൊണ്ട് അവന്റെ തല ഞാൻ ഗളച്ഛേദം നടത്തിക്കളയുമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമത് ചോദിച്ചു, സഹോദരാ, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുമോ? നിന്റെ പ്രിയപ്പെട്ട സഹോദരിയെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുമോ? അവൻ പറഞ്ഞു, ഇല്ല. എന്നാൽ മുത്തുനബി പറയുകയാണ്, നീ വ്യഭിചരിക്കണമെന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നയാളാണ്. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നീ വ്യഭിചരിക്കുന്ന പെൺകുട്ടി ഏതോ ഒരു സഹോദരന്റെ മാതാവാണ്, ഏതോ ഒരു സഹോദരന്റെ സഹോദരിയാണ്, ഏതോ ഒരു സഹോദരന്റെ പ്രിയപ്പെട്ട മകളാണ്, ഏതോ ഒരു സഹോദരന്റെ പ്രിയപ്പെട്ട സഹോദരിയാണ്, മകളാണ്, ഉമ്മയാണ്. ഇനി പറയൂ സഹോദരാ, നിനക്ക് വ്യഭിചരിക്കണമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് നിന്ന ആ കാട്ടാളനായ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇവിടേക്ക് കയറി വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് വ്യഭിചാരമാണ് നബിയേ. അങ്ങയുടെ കയ്യിൽ പിടിച്ചിട്ട് തിരിച്ചുവിടെ ഇറങ്ങുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് വ്യഭിചാരമാണ് നബിയേ. ഇങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് നന്മയുടെ പച്ചപ്പിലേക്ക് മനുഷ്യരെ മുഴുവനും മാടി വിളിക്കാൻ പ്രവാചക പ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലാതെ ആർക്കാണ് കഴിയുക? സഹോദരങ്ങളെ, ഈ ഉമ്മത്ത് പഠിക്കേണ്ടത് ആ പ്രവാചകനെയാണ്. ഈ ഉമ്മത്ത് പഠിപ്പിക്കേണ്ടത് ആ പ്രവാചകന്റെ അധ്യാപനങ്ങളെയാണ്. ആ പ്രവാചകനോട് ഖൽബിന്റെ അകത്തളത്തിൽ അങ്ങേയറ്റത്തെ മഹബ്ബത്തില്ലാതെ എന്റെ ഈമാൻ ഈമാനല്ല, എന്റെ ഇസ്ലാം ഇസ്ലാമല്ല. ഉമ്മമാരെ, എന്റെ ഹൃദയമുള്ള നല്ലവരിൽ നല്ലവരായ സഹോദരങ്ങളെ, അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അവിടുത്തെയോട് അങ്ങേയറ്റത്തെ മഹബ്ബത്തുണ്ടാകണം, ഇഷ്കുണ്ടാകണം. വഇഷ്കു കുസ്കവാർ ഹേ ചമൻ ചമൻ കരോശിനി വലോംഗ ലോംഗ ശബനമി വൈതന പ്യാരെ നാം ഹേ. മദീന എന്ന് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന് കുളിർമയുണ്ടാകണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അബൂ ഹനീഫ ഇമാം മദീനയിൽ മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല. അതുപോലെ മറ്റൊരു മഹാനാണ് ഇമാമുനാ ശാഫിഈ.
7-ാമത്തെ വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ച മഹാനാണ് ഇമാമുന ശാഫിഈ. ഈ ഉമ്മത്തികളിൽപ്പെട്ടയാളാണ്. സഹോദരാ, ഖുർആൻ പുസ്തക രൂപത്തിലുണ്ടായതെന്നാണ്, ബുഖാരി പുസ്തക രൂപത്തിലുണ്ടായതെന്നാണ്, സ്വഹീഹ് മുസ്ലിം പുസ്തക രൂപത്തിലുണ്ടായതെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം ഈ ഉമ്മത്തിൽ ദീൻ എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ഉയർത്തി കാണിക്കാൻ ഖുർആനില്ല, സ്വഹീഹുൽ ബുഖാരി ഇല്ല, ഫത്ഹുൽ മുഈൻ ഇല്ല, തുഹ്ഫത്തുൽ മിൻഹാജ് ഇല്ല, ഒരു കിതാബുമില്ല. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഇസ്ലാം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളുടെ നേതാവ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹിഷ്ടോദയം എന്നൊരു പുസ്തകം നിങ്ങൾക്കൂടെ ലഭിക്കും. എൻ്റെ പ്രിയങ്കരനായ ഉസ്താദ് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി അവർ രചിച്ചതാണ് ഈ പുസ്തകം. കഴിയുന്ന ആളുകളൊക്കെ മേടിക്കുക. 35 രൂപയാണ് ഇതിനകത്ത് വില കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി കൊല്ലത്ത് പള്ളിമുക്കിൽ ത്വയ്ബ സെന്റർ എന്ന് പറയുന്നൊരു കേന്ദ്രമുണ്ട്. ഇംഗ്ലീഷിലും അറബിയിലും ഉറുദുവിലും മലയാളത്തിലും 4 ഭാഷകളിലായിട്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യമായി മുത്തുനബിയെ പറ്റി പഠിക്കാൻ വേണ്ടിയുള്ളൊരു പഠന കേന്ദ്രമാണ് കൊല്ലം പള്ളിമുക്കിലുള്ള ത്വയ്ബ സെന്റർ. നിങ്ങളെല്ലാവരെയും ഞാൻ അവിടേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് വരാം, മുത്തുനബിയെ പറ്റി പഠിക്കാം. ഞാനിത് മുത്തുനബിയെ നിങ്ങൾ പഠിക്കുന്നില്ല നിങ്ങളോട് പരിഭവം പറഞ്ഞിട്ട് മാത്രം പോയതുകൊണ്ടായില്ലല്ലോ. അതിനൊരു പരിഹാരം കൂടി ഞാൻ പറഞ്ഞു തന്നിട്ട് പോണ്ടേ? അപ്പോഴല്ലേ നിങ്ങൾക്ക് അതിന് അവസരം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കൊരു സുവർണാവസരമാണ്. പള്ളിമുക്കിൽ കൊല്ലത്ത് ത്വയ്ബ സെന്റർ ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യമായി 4 ഭാഷകളിൽ, മലയാളം, അറബി, ഉറുദു, ഇംഗ്ലീഷ്, ഈ 4 ഭാഷകളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പഠിക്കാൻ ഉതകുന്ന ഒരു ബൃഹത്തായ സംവിധാനമുണ്ട്. ആ ത്വയ്ബ സെന്ററിന്റെ പ്രവർത്തനത്തിലേക്കാണ് ഈ പുസ്തകത്തിന്റെ അതിൻ്റെ വിറ്റ് കിട്ടുന്ന പൈസ പോകുന്നത്. എൻ്റെ ഉസ്താദ് ആഷിഖുർ റസൂൽ മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി അവർ എഴുതിയതാണ്. മഹിഷ്ടോദയം എന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള പുസ്തകമാണ്. ഇത് നിങ്ങൾ ഓരോരുത്തരും മേടിക്കണം, നിങ്ങളുടെ മക്കൾക്ക് സമ്മാനമായി കൊടുക്കണം. അവരത് വായിച്ചു പഠിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നിങ്ങൾ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണ് സഹോദരങ്ങളെ? അതിനും വളരെ കുറഞ്ഞ പൈസ ഇതിനകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊരു സംഭാവന കൊടുക്കുക. ഇന്നത് കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല. 35 രൂപ വിലയുണ്ട്. ഒരു 50 രൂപ ഏറ്റവും കുറഞ്ഞത് കൊടുത്താലും ഇത് പോകുന്നത് ഹാമിദ് യാസീൻ്റെ പോക്കറ്റിലേക്കല്ല, പിന്നെയോ ത്വയ്ബ സെന്ററിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ ചെലവിലേക്ക് വേണ്ടിയാണ്. നിങ്ങളും അവിടെ വന്നു എന്നാൽ നിങ്ങൾക്കും സൗജന്യമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പഠിക്കാൻ അവിടെ സംവിധാനം ഉണ്ടാകും. അപ്പോൾ ഈ ചെലവ് അതിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കുറഞ്ഞ കോപ്പികളേ ഉള്ളൂ, നിങ്ങൾ കരഗതമാക്കണമെന്നും നിങ്ങളുടെ മക്കൾക്ക് ഇത് വായിക്കാനും പഠിക്കാനും കൊടുക്കണമെന്നും ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ അടുത്തേക്കും കൊണ്ടുവരും. ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ള ആളുകളൊക്കെ മേടിക്കുക. അപ്പോൾ ആ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണേ സഹോദരങ്ങളെ. അത് മനസ്സിലാക്കാതെ പോയാൽ അവിടുന്ന് വഫാത്തായി കഴിഞ്ഞപ്പോൾ ഇസ്ലാമേ അവിടെ ഇന്നല്ലേ നമ്മുടെ കയ്യിൽ പുസ്തക രൂപത്തിൽ ഇസ്ലാം ഉള്ളത്? ഇന്ന് നമ്മുടെ കയ്യിൽ ഒരുപാട് കമ്പ്യൂട്ടർ രൂപത്തിൽ ഇസ്ലാമുണ്ട് അല്ലേ? ഇന്ന് നമുക്ക് ഒരുപാട് ഖുർആനുണ്ട്. അന്ന് ഇസ്ലാം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നിൽക്കുന്ന ഒരാളുണ്ട്, സയ്യിദുനാ സിദ്ദീഖ്. സിദ്ദീഖ് സാദിഖ് കാ തസദ്ദുഖ് സാദിഖുൽ ഇസ്ലാം ഖർ ബന്ദയെ റസാഖ് താജുൽ അസ്ഫിയാ കെ വാസിത്തെ. സയ്യിദനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം, അതാ നിൽക്കുന്നു ഇസ്ലാം, അതാ നിൽക്കുന്നു ഇസ്ലാം. കാരണം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ് ഇസ്ലാം. ഖുർആൻ ഇന്ന് പുസ്തക രൂപത്തിൽ നമ്മുടെ കയ്യിലുണ്ട്. പരിഷ്കരണവാദികളായ ആളുകൾ കടന്നു വന്നിട്ട് പറയുകയാണ്, ബുഖാരിയിലുണ്ടോ എന്ന്.
ഞാൻ ചോദിക്കട്ടെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ബുഖാരി കണ്ടിട്ടുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ബുഖാരി കണ്ടിട്ടുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ബുഖാരി കണ്ടിട്ടുണ്ടോ? അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ബുഖാരി കണ്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ നബിദിന ആഘോഷമില്ലെന്ന് പറയുന്ന ആളുകളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ സ്വഹീഹുൽ ബുഖാരി ഇല്ലടോ, ഇമാം ബുഖാരി അന്ന് ജനിച്ചിട്ടില്ലടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇല്ല എന്നതുകൊണ്ട് ഇന്ന് പറ്റില്ല എന്ന് പറയാൻ പറ്റൂല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഈ ഉമ്മത്തിനെ പാരായണം ചെയ്യാനും പഠിക്കാനും വിധത്തിൽ ഖുർആൻ പുസ്തക രൂപത്തിൽ നമ്മുടെ കയ്യിലേക്ക് വന്നത്. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ദീന് കൊണ്ട് തന്നതാരാണ്? ഈ ഉമ്മത്തിന് ദിശാബോധം തന്നതാരാണ്? ഏതെങ്കിലും ആളുകളല്ല. ഹബീബായ തങ്ങൾ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ മദീനയിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുമുന്നിൽ നിന്ന് ദീന് പഠിച്ച് അത് കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് ഏറ്റെടുത്തിട്ട് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പ്രസരണം നടത്താൻ വേണ്ടി അകലെ അകലെ മദീനയിൽ നിന്ന് പായ് കപ്പലുകളിൽ കയറി കേരളത്തിന്റെ തീരത്തേക്ക് കടന്നു വന്ന മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹും സംഘമടക്കമുള്ള സഹാബത്താണ് നമ്മുടെ ദീൻ ഇവിടെ കൊണ്ടു തന്നത്. ഈ ഉമ്മത്തിന് പ്രകാശം തന്നത് അവരാണ്. അവര് വന്ന സമയത്ത് ഒരു ലോഡ് കിതാബുമായിട്ട് വന്നതല്ല. അവരുടെ കയ്യിൽ എന്ന് നമ്മുടെ വീടുകളിൽ കാണുന്നത് പോലെ പുസ്തക രൂപത്തിലെന്ന് ഖുർആനില്ല. അവരുടെ ഹൃദയങ്ങളിലായിരുന്നു ദീൻ. ആ കാലഘട്ടത്തിൽ ദീൻ ഏതാണെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ലൈബ്രറികളില്ലായിരുന്നു. ആ കാലത്ത് ദീൻ ഏതാണ്? സിദ്ദീഖുൽ അക്ബർ ഞാൻ പറഞ്ഞില്ലേ സഹോദരങ്ങളെ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം ദീൻ ഏതാണെന്ന് ചോദിച്ചാൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം അതാ നിൽക്കുന്നു ദീൻ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം അതാ നിൽക്കുന്നു ദീൻ. ഈ ഉമ്മത്തിന് ദീനീ പ്രകാശം പകർന്നത് അവരാണ്. നിങ്ങൾക്കറിയുമോ മഹാനായ ഇമാമുന ശാഫിഈ? ആരാണ് സഹോദരങ്ങളെ ശാഫിഈ ഇമാമ്? പാനൂരിലെ പള്ളിയിൽ നിങ്ങൾ ഓതുവെടുത്തില്ലേ? ആര് പഠിപ്പിച്ച വുളു ആണ്? ഈ ഉമ്മത്തിന് പ്രകാശം പകർന്നത് ശാഫിഈ ഇമാമാണ്. നിങ്ങൾ നിസ്കരിച്ചില്ലേ? നിങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടിട്ട് നിസ്കരിക്കുന്ന ആളുകളാണോ? നിങ്ങൾ ഈ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചത് ശാഫിഈ ഇമാമിന്റെ നിസ്കാരമാണ്. നിങ്ങൾ ഉദുവെടുത്തത് ശാഫിഈ ഇമാമിന്റെ ഉദുവാണ്. പാനൂര് പള്ളി എന്നല്ല, ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള പള്ളികളായ പള്ളികളിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ ഇപ്പോഴും അതാ ശാഫിഈ ഇമാമിന്റെ ദർബാറിലേക്ക് പ്രതിഫലമൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സൂര്യോദയമുണ്ടായപ്പോൾ, ഇന്ന് സൂര്യാസ്തമയമുണ്ടായപ്പോൾ ശാഫിഈ ഇമാമിന്റെ വിഷയം പറയാത്തൊരു പള്ളി ദർസുകളും കടന്നു പോയിട്ടില്ല. ശാഫിഈ ഇമാമിന്റെ ഖബറിലേക്ക് പ്രതിഫലം ഒഴുകാത്ത ഒരു നാടും കടന്നു പോയിട്ടില്ല. ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയ മഹാന്മാരായ ആളുകൾ അവരാണ്. അവര് പഠിപ്പിച്ച യഥാർത്ഥ ദീനിലാണ് ഞാനും നിങ്ങളും അടിയുറച്ചു നിൽക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ കടന്നു വരും, ഈ ഉമ്മത്തിന്റെ ശാപമായിട്ട് ചില ആളുകൾ കടന്നു വരും. 7ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച, തഫ്സീർ ഉൾപ്പെടെ കാണാതെ പഠിച്ച മഹാനാണ് ഇമാമുന ശാഫിഈ. 12ാമത്തെ വയസ്സിൽ നാട്ടിൽ ഫത്വ കൊടുക്കാൻ മാത്രം യോഗ്യനായി വളർന്നു വന്ന മഹാനാണ് ഇമാമുന ശാഫിഈ. നമ്മൾ പഠിക്കണം. 12 വയസ്സായ നിങ്ങളെ മോൻ പാടുന്ന പാട്ട് ഏതാണ് വാപ്പാ? 7 വയസ്സായ നിങ്ങളുടെ മകന് ഖുർആൻ ഫാത്തിഹ ഓതാൻ അറിയുമോ വാപ്പാ? ഉമ്മമാരെ, ഈ ഉമ്മത്തിന് എവിടെയാണ് പിഴവ് സംഭവിച്ചത്? അവിടെയാണ് പിഴവ് സംഭവിച്ചത്. ഈ ഉമ്മത്തിന്റെ ചെറിയ മക്കൾ ദീനിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്. ചെറിയ പ്രായത്തിലെ അവന്റെ കയ്യിൽ വാപ്പ മൊബൈൽ ഫോണും ടാബും കമ്പ്യൂട്ടറും എടുത്തു കൊടുത്തിരിക്കുകയാണ്. പിന്നീട് ആ കമ്പ്യൂട്ടറിൽ കാണുന്നത് എന്താണ്? വെള്ളമടിയാണ്, കഞ്ചാവിന് അഡിക്റ്റാണ്. അത് കണ്ടവൻ അതിന്റെ പിറകെ പോകുമ്പോ വാപ്പയും ഉമ്മയും നിലവിളിക്കുകയാണ്, എന്റെ മോൻ കഞ്ചാവാണേ, എന്റെ മേൻ കള്ളു കുടിച്ചേന്ന്. നിലവിളിച്ചിട്ട് കാര്യമില്ല വാപ്പാ.
ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സിൽ ഖുർആൻ തഫ്സീർ ഉൾപ്പെടെ കാണാതെ പഠിച്ച മഹാനാണ്. 12ാമത്തെ വയസ്സിൽ ആ നാട്ടിലെ ഖാദിയായി ഫത്വ കൊടുക്കാൻ പറ്റുന്ന മുഫ്തിയായി ആര്? ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇന്ന് ചില ആളുകൾ കടന്നു വന്നിട്ട് പറയുകയാണ്, ശാഫിഈ ഇമാമിനത് മനസ്സിലായിട്ടില്ല, ശാഫിഈ ഇമാമിന് ഖുർആൻ തിരിഞ്ഞിട്ടില്ല, ശാഫിഈ ഇമാമിന് ഹദീസ് കിട്ടിയിട്ടില്ല. ശാഫിഈ ഇമാമിന് മനസ്സിലായില്ലെന്നും ഞങ്ങൾക്കാണ് മനസ്സിലായതെന്നും പറഞ്ഞ് പുത്തൻവാദികൾ കടന്നു വരുമ്പോൾ, ഉമ്മമാരെ, ബാപ്പമാരെ, നിങ്ങൾ ശാഫിഈ ഇമാമിന്റെ പക്ഷത്ത് നിൽക്കുന്നോ? അതല്ല അവിടുത്തേക്കത് മനസ്സിലായില്ലെന്ന് പറഞ്ഞു വരുന്ന ഉൽപ്പതിഷ്ണുക്കളുടെ ഭാഗത്ത് നിൽക്കുന്നോ? ഈ ഉമ്മത്തിനെ അഇമ്മത്ത് മുജ്തഹിദീങ്ങളെ മുറുകെ പിടിക്കുമ്പോഴാണ് ഈ ഉമ്മത്ത് ജയിക്കുന്നത്. മഹാന്മാരായ നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്ത്, അവരിൽ നിന്ന് ദീൻ പഠിച്ച ഇമ്മത്തുകൾ, താബിഈങ്ങള്, അവര് പഠിപ്പിച്ച യഥാർത്ഥ ഇസ്ലാമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ഇസ്ലാം അനുസരിച്ചാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആ ഇസ്ലാമിൽ നിന്ന് വേർതിരിഞ്ഞു പോയത് കൊണ്ടാണ് അബൂബക്കർ അൽ ബഗ്ദാദി എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിരപരാധികളെ വെടിവെച്ചു കൊല്ലുന്നത്. ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ഏതോ മലയിൽ കിടന്നൊരു കാട്ടു മനുഷ്യൻ, അയാള് ദാടി വളർത്തി ഖുർആൻ പറഞ്ഞ് അല്ലാഹു അക്ബർ പറഞ്ഞ് നിരപരാധികളായ മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ആ ശരിയായ ഇസ്ലാം പഠിക്കാത്തത് കൊണ്ടാണ്. ശരിയായ ഇസ്ലാം നമ്മൾ പഠിക്കണം, ഈ ഉമ്മത്ത് പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ശരിയായ ഇസ്ലാം മനസ്സിലാകുക. നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം ഏതാണ്? എല്ലാ ജനങ്ങൾക്കും കാരുണ്യം ചെയ്യുന്ന ഇസ്ലാം. ഒരു മരം നട്ടുപിടിപ്പിച്ചിട്ടെങ്കിലും, നിങ്ങളൊരു മരം നട്ടുപിടിപ്പിച്ചിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? ആരുമില്ല. എന്നാൽ നാളെ മുതൽ ഈ വഴുത കേൾക്കുന്ന ഉപ്പമാരെ, നിങ്ങളൊരു മരം നട്ടുപിടിപ്പിക്കാൻ പരിശ്രമിക്കണേ. കാരണം എന്താണ്? നമ്മൾ മരിച്ചുപോയാലും മരം അവിടെ ഉണ്ടാകും. ആ മരത്തിൽ ഒരു കിളി വന്നിരുന്ന് അല്പം തണലുകൊണ്ടാൽ നമ്മൾ പാനൂരിലെ പള്ളി ഖബർസ്ഥാനിൽ കിടക്കുമ്പോഴും നമ്മുടെ ഖബറിലേക്ക് ആ ചെറിയ കുരുവി കൊണ്ട തണലിന്റെ പ്രതിഫലം അല്ലാഹു എത്തിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിസാരമായ കാര്യമാണോ? നിസാരമായ കാര്യമാണോ? അല്ല, വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരാളെയും ഉപദ്രവിക്കാതെ എല്ലാവർക്കും ഉപകാരം ചെയ്തു മാത്രം നമ്മൾ ജീവിക്കണം.